ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തകർപ്പൻ ജയവുമായി അർജന്റീനയും ബ്രസീലും. മെസ്സി ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ വെനസ്വേലയെ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന തോൽപ്പിച്ചു. അർജന്റീനയിൽ മെസ്സിയുടെ അവസാന മത്സരമെന്ന് കരുതിയതിനാൽ യാത്രയപ്പിന് സമാനമായ നിമിഷങ്ങളാണ് ബ്യൂണസ് അയറസ് വേദിയായത്. ബ്രസീൽ ചിലയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീലും അർജന്റീനയും നേരത്തെ തന്നെ യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. യുഎസ് ഓപ്പൺ സെമിയിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ഇതിഹാസ താരം നോവാക് ജോക്കോവിച്ച് സൂപ്പർ താരം കാർലോസ് അൽക്കറാസിനെ നേരിടും. പരിക്ക് അലട്ടുന്ന ജോക്കോ 25ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ടൂർണമെന്റിൽ ലക്ഷ്യമിടുന്നത്. രാത്രി 12:30-ക്കാണ് സൂപ്പർ പോരാട്ടം. നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ യാനിക് സിന്നർ കനേഡിയൻ താരം ഫെലിക്സിനെ നേരിടും. ഇടിക്കൂട്ടിൽ വീണ്ടും സൂപ്പർ താരങ്ങൾ നേർക്കുനേർ. ഇതിഹാസ താരം മൈക്ക് ടൈസണും ഫ്ലോയിഡ് മെയ്വെതറും അടുത്ത വർഷം പ്രദർശന മത്സരത്തിൽ ഏറ്റുമുട്ടും. തീയതിയും വേദിയും പ്രഖ്യാപിച്ചിട്ടില്ല. 59കാരനായ മൈക്ക് ടൈസൺ 44 നോക്കൌട്ടുകൾ മത്സരങ്ങൾ ജയിച്ച താരമാണ്. ഫ്ലോയിഡ് മെയ്വെതർ ആകട്ടെ 50 മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറി റെക്കോർഡിട്ട താരമാണ്. 5 വിവിധ ഭാര വിഭാഗങ്ങളിൽ ലോക ചാമ്പ്യൻ പട്ടവും മെയ്വെതറിനുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ ന്യൂസിലൻഡ് മുൻ താരം റോസ് ടൈലർ സമോയ്ക്കായി 2020 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ഇറങ്ങും. തന്റെ നാടിനെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമെന്ന് റോസ് ടൈലർ പറഞ്ഞു. ന്യൂസിലൻഡിന്റെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായ ടൈലർ 450 മത്സരങ്ങളിൽ കിവീസിനായി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. 2022 അവസാനമായി കിവീസ് ജേഴ്സിയിൽ കളിച്ചത്. ഏഷ്യാ കപ്പിനായുള്ള ഇന്ത്യയുടെ പരിശീലനം ഇന്ന് ആരംഭിക്കും. ടീമിലെ മുഴുവൻ താരങ്ങളും പരിശീലകൻ ഗൗതം ഗംഭീറും ഇന്ത്യയുടെ ദുബായിലെ ക്യാമ്പിലെത്തി. വൈകുന്നേരം 6 മുതൽ 9 വരെ ദുബായിലെ ICC അക്കാദമി ഗ്രൗണ്ടിലാണ് ഇന്ത്യയുടെ പരിശീലനം ആരംഭിക്കുന്നത്. ഈ മാസം 10-ന് UAEക്കെതിരാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഖാഫ നേഷൻസ് കപ്പിൽ ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായി. നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് ഗോൾ രഹിത സമനില വഴങ്ങി. ഇന്ത്യ 3-ാം സ്ഥാനക്കാർക്കായുള്ള പ്ലേ ഓഫിന് യോഗ്യത നേടി. ഗ്രൂപ്പ് ബിയിൽ ഇറാന് പിന്നിൽ 4 പോയിന്റുമായി ഇന്ത്യയും തജിക്കിസ്ഥാനും 2-3 സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. നേർക്കുനേർ പോരിൽ തജിക്കിസ്ഥാനെ തോൽപ്പിച്ചതിന്റെ ആനുകൂല്യത്തിലാണ് ഇന്ത്യ പ്ലേ ഓഫിന് യോഗ്യത ഉറപ്പിച്ചത്. ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സ്പെയിനിനും ബെൽജിയത്തിനും തകർപ്പൻ ജയം. സ്പെയിൻ എതിരില്ലാത്ത 3 ഗോളിന് ബൾഗേറിയയെ തോൽപ്പിച്ചപ്പോൾ ബെൽജിയം ലിസ്റ്റെൻസിനെതിരെ 6 ഗോളിന് തകർത്തു. ജർമ്മനിയെ സ്ലോവാക്യ 2 ഗോളിന് അട്ടിമറിച്ചു. നെതർലൻഡ്സിനെ പോളണ്ട് സമനിലയിൽ തളച്ചു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഫ്രാൻസും ഇറ്റലിയും ക്രൊയേഷ്യയും ഇന്ന് കളത്തിൽ. ഫ്രാൻസിന് യുക്രൈനും ഇറ്റലിക്ക് എസ്റ്റോണിയയുമാണ് എതിരാളികൾ. ക്രൊയേഷ്യ ഫറോ ഐലൻഡിനെയും നേരിടും. രാത്രി 12:15-നാണ് മത്സരം. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നവജോത് സിംഗ് സിദ്ധുവിനെ മറികടന്ന് ചരിത്രം നേട്ടം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കൻ താരം മാത്യു ബ്രിറ്റ്സ്കി. ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ആദ്യ 5 ഇന്നിംഗ്സുകളിൽ 50-ലധികം റൺസ് നേടുന്ന ആദ്യ താരമായി ബ്രിറ്റ്സ്കി. ഇംഗ്ലണ്ടിനെതിരായ 2-ാം ഏകദിനത്തിലും അർദ്ധ സെഞ്ചുറി നേടിയതോടെയാണ് താരം ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 38 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ 4 ഇന്നിംഗ്സുകളിൽ 50-ലധികം റൺസ് നേടിയ ഇന്ത്യയുടെ നവജോത് സിംഗ് സിദ്ധുവിന്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ്.